അർജുൻ ആയങ്കിയെ തെളിവെടുപ്പിനായി കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ എത്തിച്ചപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് ആയങ്കിയെ കാണാൻ ഇടയായിരുന്നത്. ഇതെന്താ, ഇവിടെ കല്യാണം വല്ല നടക്കുന്നുണ്ടോ? ആ വീട്ടുകാർക്ക് ഒരു ശല്യം പോലും ഉണ്ടാക്കരുത്, ഞാൻ അറിയാതെ വന്നു പോയെന്നേ ഉള്ളൂ, ആ വീട്ടുകാർക്ക് ഒരു ശല്യവും ഉണ്ടാക്കിയേക്കരുത് എന്നത് ഒരു താക്കീതാണ്. അർജുൻ ആയങ്കിക്ക് പോലീസ് കാവൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ അർജുൻ ആയങ്കി ഉള്ളപ്പോഴും മാധ്യമങ്ങളോടുള്ള ഒരു മുന്നറിയിപ്പാണ് അർജുൻ ആയങ്കി കഴിഞ്ഞ ദിവസം നടത്തിയത്. എല്ലാ മാധ്യമങ്ങളും അർജുൻ ആയങ്കിയുടെ ദൃശ്യങ്ങൾ പകർത്താനായി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചോദിച്ചത്, ഇതെന്താ കല്യാണമാണോ നടക്കുന്നത് എന്നുള്ളത്. ഓരോ ദിവസം ഓരോ വസ്ത്രമണിഞ്ഞ് ഒരു സ്റ്റാർ പരിവേഷത്തിൽ തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോഴും അർജുൻ ആയങ്കി ഉള്ളത് എന്നത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അർജുൻ ആയങ്കിയുടെ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ തന്നെ മോർ പവർ ടു യു അല്ലെങ്കിൽ കൊമറേഡ്, ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഇതാണ് ഒരു ഹീറോ പരിവേഷം എന്ന് പറയുന്നത്. അങ്ങനെ തീയും പുകയും ഒക്കെ ആയിട്ടുള്ള സ്മൈലികളും സ്റ്റിക്കറുകളും നിറഞ്ഞ് ആ കമന്റ് ബോക്സുകളിൽ ആറാടുകയാണ് അർജുൻ ആയങ്കി ഫാൻസ്. ഒളിവിൽ കഴിഞ്ഞ സമയത്ത് പോയ വഴികളിലൂടെ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. ഒളിവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള പോലീസിനെ വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ അർജുൻ ആയങ്കി ഉപയോഗിച്ച മൊബൈൽ ഫോണാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. കേസിലെ പ്രധാന തെളിവാണ് മൊബൈൽ ഫോൺ. കണ്ണൂർ സൈബർ പോലീസിന്റെ തെളിവെടുപ്പിനിടെ ആയങ്കിയുടെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തു നിന്നുമാണ് ഫോൺ കണ്ടെത്തിയത്. താൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതെന്ന് ആയങ്കി മൊഴി നൽകിയിട്ടുമുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ വൈഫൈ ഉപയോഗിച്ചെന്നും ആയങ്കി മൊഴി നൽകിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലും ആയങ്കിയെ കൊണ്ട് പോകും. കസ്റ്റഡിയിലെടുത്ത ഫോണുകളും ലാപ്ടോപ്പുകളും ഉടൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുകൾ ഇട്ടത് അറസ്റ്റ് ചെയ്തപ്പോൾ പിടികൂടിയ ഫോൺ ഉപയോഗിച്ചല്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. വെള്ളിയാഴ്ച രാവിലെ 11:30 വരെയാണ് കസ്റ്റഡി കാലാവധി. അതേസമയം ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. വളപട്ടണം ഇൻസ്പെക്ടറാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറും. ഇന്നലെ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വിടരുത് എന്നും വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചെങ്കിലും ഇത് തള്ളുകയായിരുന്നു. അതേസമയം 5 ദിവസമാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 3 ദിവസം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അർജുൻ ആയങ്കിയുടെ വീട്ടിൽ കണ്ണൂർ സൈബർ പോലീസ് നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരുന്നു. അന്ന് വീട്ടിൽ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആഭ്യന്തരമന്ത്രിയെ അധിക്ഷേപിച്ചതിന്റെ കേസിൽ അർജുൻ ആയങ്കി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അധിക്ഷേപ പരാമർശം നടത്താൻ ഉപയോഗിച്ച ഡിവൈസാണ് കേസിലെ പ്രധാന തെളിവ്. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കണ്ണൂർ സൈബർ പോലീസ് SHO A അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അർജുൻ ആയങ്കിയുടെ അമ്മയുടെയും സഹോദരൻ അജയ് ആയങ്കിയുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വീട്ടിൽ 1 മണിക്കൂറിലേറെ കണ്ട പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും ശേഷമായിരുന്നു പോലീസ് നടപടി. കേസിൽ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുകയാണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. ആഭ്യന്തരമന്ത്രിയെ അധിക്ഷേപിച്ച് പോസ്റ്റ് ചെയ്തതിന് ഉപയോഗിച്ച ഉപകരണം ഏതാണ് എന്ന് കണ്ടെത്തുന്നതിനായി പിടിച്ചെടുത്ത ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ലാപ്ടോപ്പിലെ നിലവിലുള്ളതും ഡിലീറ്റ് ചെയ്തതുമായ വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്കും അർജുൻ ആയങ്കിയുടെ കയ്യിൽ നിന്ന് നേരത്തെ ഒരു മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും കമന്റുകളും ഒന്നിലധികം ഉപകരണങ്ങളിൽ നിന്നാണ് വന്നതെന്ന സംശയത്തിലാണ് പോലീസ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അർജുൻ ആയങ്കിയെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ തീയും പുകയും ഇടുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളെ തേടിയും പോലീസ് എത്താം. കാരണം ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും കുറ്റകൃത്യമായി മാറാനുള്ള സാധ്യതയാണുള്ളത്. അത് തന്നെയാണ് അവസാനമായും ADGP മുന്നറിയിപ്പ് നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അദ്ദേഹം ബെയിൽ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ബെയിൽ പരിഗണനയിലുള്ളപ്പോൾ സാധാരണ നിലക്ക് ബഹുമാനപ്പെട്ട കോടതികളുടെ തീരുമാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സാധാരണ ഇടപെടാറുള്ളൂ. കോടതി കഴിഞ്ഞ ദിവസമാണ് ബെയിൽ റിജക്ട് ചെയ്തിരിക്കുന്നത്, ആന്റിസിപ്പേറ്ററി ബെയിൽ. അതിനുശേഷം പോലീസ് ആക്ട് ചെയ്ത് അത് സമയത്താണ് ഇയാൾ മുങ്ങിയിരിക്കുന്നത്. അല്ല, അയാൾ ചെയ്തിരിക്കുന്ന എന്ത് കുറ്റാണെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത്ര പെട്ടെന്ന് ഊരി വരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അല്ല, ഇപ്പോഴെന്താണ് പരിവേഷം ഉണ്ടായിരിക്കുന്നത്? അതായത് അതൊക്കെ അതിനൊരു താൽക്കാലികമായിരിക്കുന്ന ഒരു ഷോ മാത്രമല്ല ഈ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ വെല്ലുവിളിക്കലാണ്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റ് ലൈക്ക് ഇടുകയും കമന്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലുണ്ട്. അല്ല, അയാള് ലൊക്കേഷനുകൾ പലയിടത്തു നിന്നും മാറി മാറി നടക്കുകയായിരുന്നു. പക്ഷേ അയാൾ പോകുന്ന മാറലുകളൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശമുണ്ട്. ഒന്ന് ഇയാളെ പിടിച്ചിരിക്കണം.
രണ്ട്, ഇതൊരു നമ്മളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ നിയമപരമല്ലാത്തൊരു രീതിയും ഫോളോ ചെയ്തു. കൃത്യമായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന രീതികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതെല്ലാം അതാരോ കേരള പോലീസിന്റെ തീരുമാനമായിരുന്നില്ല. അല്ല, ഞാനിവിടെ പറഞ്ഞു അതാണ്. കാരണം ഞങ്ങള് കുറച്ച് പേരെ ഓടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ 2 മണിക്കാണ്, ഇന്ന് പുലർച്ചയ്ക്ക് 2 മണിക്കാണ് ആ മാരത്തോണിന്റെ ഒരു ഘട്ടം കഴിഞ്ഞത്. പക്ഷെ മാരത്തോൺ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു മാരത്തോൺ ഉണ്ട്. ആ മാരത്തോൺ ഗുണ്ടകൾക്ക് പിന്നാലെയുള്ളതാണ്. അതിൽ ഇന്നലെ ഒരു 55ഓളം പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് തുടർച്ചയിൽ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഈ ആയെങ്കിയല്ല, ഇനി ഒരായെങ്കിലും തന്നെ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് അയാൾ പറയുന്ന കല്യാണം എന്ന് പറയുന്ന ഒരു കാറ്റ് എന്ന് പറയുന്ന ഒരു ഗുണ്ടൻ ഒരാളാണ്. അയാൾ പറഞ്ഞ് ഞാൻ അയാളെ കല്യാണം ക്ഷണിച്ചിട്ടില്ല എന്നല്ല. ഇവിടെ ചില ഗുണ്ടകള് പിന്നെ അവരുടെ ഗാങ്ങിനൊക്കെ ചേർന്നുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുക, അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അതൊരു ഹീറോയിസം ആകി മാറുക, എന്നിട്ട് യങ്സ്റ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ അവർ അതിലൂടെ തന്നെ ആളുകളിൽ ഒരു വലിയ ക്ലൗഡ് സമൂഹത്തിൽ സൃഷ്ടിക്കുക. ഇത്തരം കാര്യങ്ങൾ കാണാറുണ്ട്. അതേപോലെ ഒരു ആക്ടിവിറ്റിയിൽ പെട്ടിരിക്കുന്നതാണ് ഇവർ ചെയ്തത്. അത്തരം കാര്യങ്ങൾ സമൂഹ സുരക്ഷയ്ക്ക് നല്ലതല്ല. അത് നമ്മൾ നേരിടുക തന്നെ ചെയ്യും. അല്ല, അതൊരു ഹീറോ വർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, CIക്കെതിരെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളി എന്തോ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. അത്തരം വെല്ലുവിളികൾ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കില്ല.